ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 1 റീഡിംഗ് കോംപ്രിഹെൻസീവ് പാസേജസ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് പാസേജ് 1. പാസേജ് 1 എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ദി ഓട്ടോബയോഗ്രഫി ഓഫ് മഹാത്മാഗാന്ധിയുടെ ഫോർവേഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. സോ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നത് ഗാന്ധിജി എന്താണ് സിവിലൈസേഷൻ? സിവിലൈസേഷൻ മൾട്ടിപ്ലിക്കേഷനിലല്ല, വോളണ്ടറി റെസ്ട്രിക്ഷൻസ് ഓഫ് വോൺസിലാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജി അപ്ഹെൽഡ് ചെയ്യുന്ന വ്യൂസ് സിമ്പിൾ ലിവിംഗ് ആൻഡ് ഹൈ തിങ്കിങ് ആയിരുന്നു. ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഗാന്ധിജി സ്ട്രെയിൻ ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആയിരുന്നു, അതിന്റെ എത്തിക്കലും മോറലുമായിട്ടുള്ള ആസ്പെക്ട്സ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ മെറ്റീരിയൽ വെൽത്തിന്റെ അക്യൂമുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വെൽത്തും മെറ്റീരിയൽ കാര്യങ്ങൾ കിട്ടുന്നത് ഒരു പ്രിംറോസ് പാത്തായിരുന്നു. കൾച്ചറൽ ഡിസിൻറ്റഗ്രേഷനിലേക്കുള്ള ഒരു പ്രിംറോസ് പാത്തായിരുന്നു. ട്രൂ എക്കണോമിക്സ് ഗാന്ധിജി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹയസ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആയിരിക്കില്ല. മാമൺ വർഷിപ്പിന് പിന്നാലെ പോകുന്ന എക്കണോമിക്സ്, അതായത് സ്ട്രോങ് വീക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വെൽത്ത് ഉണ്ടാക്കുന്നത് എനേബിൾ ചെയ്യുന്ന ടൈപ്പ് എക്കണോമിക്സ് ഫോൾസ് ആണ്, ഡിസ്മൽ സയൻസും ആണ്. ഡെവലപ്ഡ് കൺട്രീസ് മിയർ അഫ്ലുവൻസിന്റെ ട്രാജഡി ഫേസ് ചെയ്തിരുന്ന ഒരു സമയം ആയിരുന്നു അത്. സമയത്ത് വി ഹാവ് ടു റിക്കളക്ട് മഹാത്മാഗാന്ധീസ് ഇൻസിസ്റ്റൻസ് ഓൺ ഹയർ വാല്യൂസ്. ഇപ്പൊ ഗാന്ധിജിയുടെ ഹയർ വാല്യൂസിലെ ഉള്ള ഇൻസിസ്റ്റൻസ് നമ്മൾ ഓർക്കേണ്ട ഒരു സമയം ആണ് ഇത്, ഒരു ന്യൂ വേൾഡ് ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ന്യൂ സ്റ്റേറ്റ്സ്മാനിന്റെ റീസെന്റ് എഡിറ്റോറിയലിൽ ഒരു ക്യാപ്ഷൻ വന്നിരുന്നു, നോട്ട് ബൈ ബ്രെഡ് അലോൺ. അപ്പൊ അതിൽ പറയുന്നത് ഗവൺമെന്റ്സിനാണ് വേൾഡിൽ ഹങ്കർ ഉള്ളത്, മോറൽ പ്രിൻസിപ്പിൾസ് ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റ്സിന്. ആ ഗവൺമെന്റ്സ് ഡിസിഷൻ എടുക്കുന്നത് ആ ഡിസിഷൻസ് എക്സ്പീഡിയന്റ് ആയിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ബിക്കോസ് ദേ ആർ റൈറ്റ്. പിന്നെ ഇതിൽ പറയുന്നത് ഒരു തെറ്റായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അതായത് ഗാന്ധിജി മോഡേൺ സയൻസിനും ടെക്നോളജിക്കും എതിരാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജി ഔട്ട്ഡേറ്റഡ് ടെക്നിക്സ് ആണ് ഫോളോ ചെയ്തിരുന്നത്, സ്പിരിച്വൽ ആൻഡ് സെന്റിമെന്റൽ റീസൺസിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു തെറ്റായ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിജി പറയുന്നത് ഹി പ്രൈസ്ഡ് ഇൻവെൻഷൻസ് മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ. ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യുന്ന ഇൻവെൻഷൻസിനൊപ്പമാണ് താനെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. മെക്കാനിസൈസേഷൻ നല്ലതാണ്, വർക്ക് ചെയ്യാൻ ആളുകൾ കുറഞ്ഞ് ഇരിക്കുമ്പോൾ, when there are too few hands to work. അത് ഈവിൾ ആവുന്നത് വർക്കിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഹാൻഡ്സ് ഉള്ളപ്പോഴാണ്, ആസ് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ. ഇപ്പൊ ഗാന്ധിജി മെഷീനറിക്ക് എതിരല്ലായിരുന്നു, മെഷീനറിക്ക് വേണ്ടിയുള്ള ക്രേസിന്, ഇൻഡിസ്ക്രിമിനേറ്റ് മൾട്ടിപ്ലിക്കേഷന് എതിരായിരുന്നു. മാസ് പ്രൊഡക്ഷനിന്റെ സ്ഥാനത്ത് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ ബൈ മാസസ് ആണ്. ഇപ്പൊ ഗാന്ധിജി മുന്നിൽ കണ്ടിരുന്നത് ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ സ്കാർസായ ക്യാപിറ്റലും അബണ്ടന്റ് ആയ ലേബറുമുള്ള ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ മാസസിന്റെ ഫിസിക്കൽ എനർജി ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സുമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം അണ്ടർ എ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക്.
പ്രൊഫസർ മംഫ്രെഡ് ഇതിനെ വേറെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത് മെഗാ മെഷീൻ എന്ന് ആണ്. അപ്പൊ നമുക്കിനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ഗാന്ധിജിയുടെ വാക്കുകളിൽ സിവിലൈസേഷൻ? അപ്പൊ ഗാന്ധിജി പറയുന്നത് സിവിലൈസേഷൻ മൾട്ടിപ്ലിക്കേഷനിലല്ല, ഡെലിബറേറ്റ് ആൻഡ് വോളണ്ടറി റെസ്ട്രിക്ഷൻ ഓഫ് വോൺസിൽ ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മാമൺ വർഷിപ്പ് ഇതിനെ ഇൻക്യുലേറ്റ് ചെയ്യുകയും പിന്നെ അതേപോലെ തന്നെ സ്ട്രോങ്ങിനെ വീക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് എനേബിൾ ചെയ്യുകയും ചെയ്യുന്ന എന്ത് എക്കണോമിക്സും അതൊരു ഡിസ്മൽ സയൻസ് ആണ് എന്നാണ് അവരുടെ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ മാമൺ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഇറ്റ് അസോസിയേറ്റഡ് വിത്ത്? അപ്പൊ മാമൺ എന്ന് പറയുന്നത് ഫാൾസ് ആയ മണി പ്രോമിസ് ചെയ്യുന്ന ഒരു ഈവിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ മണിയെ വർഷിപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാമൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് മണി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ് മോഡേൺ സയൻസിനും ടെക്നോളജിയും പറ്റിയുള്ള ഗാന്ധിജിയുടെ ആറ്റിറ്റ്യൂഡ്? അപ്പൊ ഗാന്ധിജിയുടെ ആറ്റിറ്റ്യൂഡ്, അതായത് ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യുമെങ്കിൽ, മാസസിനെ ബെനിഫിറ്റ് ചെയ്യുമെങ്കിൽ ടെക്നോളജിയും മെക്കനൈസേഷനും ഒക്കെ നല്ലതാണ്. പക്ഷെ ഇന്ത്യയെ പോലെ ഒരു കൺട്രിയിൽ വർക്കിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഹാൻഡ്സ് ഉള്ള ഒരു കൺട്രിയിൽ വി നീഡ് എ ഡിഫറെന്റ് സിസ്റ്റം എന്നാണ് ഗാന്ധിജി പറയുന്നത്. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ട്രാജഡി ഓഫ് മിയർ അഫ്ലുവൻസ്? അതായത് വെൽത്ത് മാത്രം അക്യുമുലേറ്റ് ചെയ്യാൻ ഒരു മോറൽ ഡിക്ലൈൻ സംഭവിക്കുക. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് ഡിസിഷൻസ് നോട്ട് ബിക്കോസ് ദേ ആർ എക്സ്പീഡിയന്റ് ബട്ട് ബിക്കോസ് ദേ ആർ റൈറ്റ്. ഇപ്പൊ എന്താണ് എക്സ്പീഡിയന്റിന്റെ മീനിങ്? അതായത് എക്സ്പീഡിയന്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള എന്നാണ് അതിന്റെ മീനിങ്. അതായത് റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്ന, കൂടുതൽ ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യുന്ന എന്നൊക്കെയാണ് എക്സ്പീഡിയന്റിന്റെ മീനിങ് വരുന്നത്. Now let's look at the second passage. അപ്പൊ സെക്കൻഡ് പാസേജിൽ പറയുന്നത് the world is full of people. So it is appallingly, the world is appallingly full of people. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടുമ്പോൾ they are all tumbling over each other. അപ്പൊ ഈ ചുറ്റുമുള്ള മിക്ക ആൾക്കാരെയും നമുക്കറിയില്ല, ആൻഡ് സം ഓഫ് ദം വി ഡോണ്ട് ലൈക്ക്. ഇപ്പൊ ഒരു പക്ഷെ അവരുടെ അവരുടെ നോസിന്റെ ഷേപ്പ് ഇഷ്ടമല്ലാതിരിക്കാം, അവരുടെ എന്തെങ്കിലും ഹാബിറ്റ്സ് ലൈക്ക് ഹൗ ദേ ബ്ലോ ദം, ഹൗ ദേ ഡോണ്ട് ബ്ലോ ദ നോസസ്, അതിനെയൊക്കെ ഇഷ്ടമല്ലാതിരിക്കാം. പിന്നെ അവർ ടോക്ക് ചെയ്യുന്ന രീതി, അവരുടെ സ്മെൽ, അവരുടെ ക്ലോത്ത്സ്, പിന്നെ അവരുടെ ലൈക്സ് ഡിസ്ലൈക്ക് ഒക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥ വരാം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് when we don't like the people around us? One of them is the Nazi solution. അതായത് എന്താ പറയുക, the solution of people who do terrible things. നമുക്ക് ആൾക്കാർ ഇഷ്ടം അല്ലെങ്കിൽ you kill them, you banish them, you segregate them and then shut up and down proclaiming that you are the salt of the earth. നമ്മൾ വലിയ ആൾക്കാരാണെന്ന് പ്രൊക്ലെയിം ചെയ്ത് ബാക്കിയുള്ളവരെ അടിച്ചമർത്താം, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ അടിച്ചമർത്താം. മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ത്രില്ലിങ്, പക്ഷെ അതാണ് ഡെമോക്രസീസിന്റെ വഴി. ആൻഡ് ദി ഓഥർ പറയുന്നത് ഐ പ്രിഫർ. നമുക്ക് ആൾക്കാർ ഇഷ്ടമല്ലെങ്കിലും ലൈക്ക് യു വുഡന്റ് ലൈക്ക് എവറിബഡി, യു ട്രൈ ടു ഗെറ്റ് അലോങ് വിത്ത് ദം. അപ്പൊ അവരെ ടോളറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടോളറേഷന്റെ ബേസിസിലാണ്, ടോളറൻസിന്റെ ബേസിസിലാണ് ഒരു സിവിലൈസ്ഡ് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഇവിടെ ഓഥർ പറയുന്നത് പോസ്റ്റ് വോർ വേൾഡിന് വേറൊരു ഫൗണ്ടേഷൻ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഇല്ല. അപ്പൊ അതിനെന്താണ് ഈ ടോളറൻസിന് എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? വി നീഡ് ദ നെഗറ്റീവ് വെർച്യൂസ്. ഹഫി ആവാതിരിക്കുക, ടച്ചി ആവാതിരിക്കുക, ഇറിറ്റബിൾ ആവാതിരിക്കുക, റിവെഞ്ച്ഫുൾ ആവാതിരിക്കുക. ഫാദർ പറയുന്നത് തനിക്ക് പോസിറ്റീവ് മിലിറ്റന്റ് ഐഡിയൽസിലെ എല്ലാ ഫെയ്ത്തും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അത് എന്താ പറയുക, they can only be seldom carried out without thousands of human beings getting maimed or imprisoned. I will purge the nation, I will clean up the city എന്നൊക്കെ പറയുന്ന ഫ്രേസുകൾ തന്നെ ടെറിഫൈ ചെയ്യുന്നു, തന്നെ ഡിസ്കസ് ചെയ്യുന്നു എന്നാണ് ഓഥർ പറയുന്നത്. ആ ഫ്രേസുകളൊന്നും വേൾഡ് എംപ്റ്റിയർ ആയിരുന്നപ്പോൾ മാറ്റർ ചെയ്തിട്ടുണ്ടാവുമായിരുന്നില്ല. പക്ഷെ നൗ ഇറ്റ്സ് ഹൊറിഫൈ. ഇപ്പോൾ ഒരു നേഷൻ വേറൊരു നേഷനായിട്ട് മിക്സപ്പ് ചെയ്തിരിക്കുമ്പോൾ, പിന്നെ അതുപോലെ ഒരു സിറ്റി അതിന്റെ നെയ്ബേഴ്സിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റാതിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഫ്രേസസ് ടെറിഫൈങ് ആണ് എന്നാണ് ഓഥർ
പറയുന്നത്. പിന്നെ വേറൊരു പോയിന്റ് കൂടെ ഓതർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീകൺസ്ട്രക്ഷൻ റാപ്പിഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇറ്റ്സ് അൺലൈക്ലി. ഇപ്പൊ ഓതർ പറയുന്നത് ഹി ഡസ് നോട്ട് ബിലീവ് ദാറ്റ് വി ആർ സൈക്കോളജിക്കലി ഫിറ്റ് ഫോർ ഇറ്റ്. ലോങ് റണ്ണിൽ മേ ബി, പക്ഷെ നമ്മുടെ ഹിസ്റ്ററി എന്താ ചെയ്യുന്നത്, ആ ഹോപ്പിനെ ജസ്റ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഓതറോട് പറയുന്നത് വി ആർ ഫേറ്റഡ് ടു ബി വൺ ഓഫ് ദം, നമ്മൾ അവരിൽ ഒരാൾ ഫേറ്റഡ് ആണ് ആൻഡ് വി ഷുഡ് ബിഹേവ് അക്കോർഡിംഗ്ലി. ടോളറൻസ് എന്ന ഓതറോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഷുഡ് ബി ഇമ്പറേറ്റീവ്. പീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷം ഇമ്പറേറ്റീവ് ആവേണ്ട ഒരു കാര്യമാണ് ടോളറൻസ്. അപ്പോൾ ഇവിടെ ഓതർ ആലോചിക്കുന്നത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ബീൻ ആസ്കിങ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക പീസ് സൈൻ ചെയ്തതിന് ശേഷം. ഇഫ് ഐ സീ ജർമൻസ് ഹു ഹാവ് ബീൻ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അസ്, അപ്പൊ ഞാൻ അവരെ ലവ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഐ വുഡൻ ഫീൽ ഇൻക്ലൈൻ. അപ്പൊ they have crossed a line before, so I wouldn't love them, but I would try to tolerate them. കാരണം it is common sense. കാരണം വാറിന് ശേഷമുള്ള വേൾഡിൽ we have to live with Germans. നമുക്ക് അവരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. any more than they have succeeded in exterminating the Jews. അപ്പൊ നമുക്ക് അവരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. so we have to put up with them. എന്തെങ്കിലും ഒരു ലോഫ്റ്റി റീസണിന് വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ നെക്സ്റ്റ് തിങ് ദാറ്റ് ഹാവ് ടു ബി ഡൺ. നമ്മൾ അടുത്തത് ചെയ്യേണ്ട റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട്. അപ്പോൾ ഇത് EM ഫോർസ്റ്റർ എഴുതിയിട്ടുള്ള ടോളറൻസ് എന്നുള്ളൊരു ഭാഗമാണ്. സോ ലെറ്റ്സ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്താണ് രണ്ട് വഴികൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള രണ്ട് വഴികൾ എന്നാണ് ഓഥർ ഇതിൽ പറയുന്നത്. സോ ദി ഓഥർ ടോക്സ് അബൌട്ട് ടു വേസ്. വൺ ഇസ് ദ നാസി വേ ഓഫ് ബാനിഷിംഗ് പീപ്പിൾ, ഓഫ് കില്ലിംഗ് പീപ്പിൾ, ഓഫ് ദോസ് കില്ലിംഗ് പീപ്പിൾ വി ഡു നോട്ട് ലൈക്ക്. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് വി ടോളറേറ്റ്, ഇവൻ ദോ വി ഡോണ്ട് ലൈക്ക് പീപ്പിൾ വി ടോളറേറ്റ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഐ വിൽ പേർച്ച് ദ നേഷൻ എന്നുള്ള പോലെയുള്ള ഫ്രേസുകളെല്ലാം എന്തുകൊണ്ടാണ് ഓഥറിനെ പേടിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഓഥർ പറയുന്നത് അത് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള, അതായത് ഒരുപാട് കൺട്രീസും നേഷൻസും സിറ്റീസും എല്ലാം പരസ്പരം മിക്സ് ആയി കിടക്കുന്ന ഒരു ടൈമിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെല്ലാം ഒരു നെഗറ്റീവ് ഇതാണ് വരുന്നത്. ബിക്കോസ് ഹൂ ആർ വി പേർജിങ് ഔട്ട് ഓഫ്, ആരെയാണ് നമ്മൾ പേർജ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ആൻഡ് ദാറ്റ് ദി ആൻസർ ടു ദാറ്റ് ഇസ് ഓഫൻ നോട്ട് ഗുഡ്. ഇങ്ങനെയുള്ള ഫ്രേസുകളിൽ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഇസ് നോട്ട് ഗുഡ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലൈൻസ് തന്നെ ടെറിഫൈ ചെയ്യുന്നു എന്ന് ഓഥർ പറയുന്നത്. ഇനി എന്താണ് appallingly എന്നുള്ള വാക്കിന്റെ അർത്ഥം? സോ വാട്ട് ഡസ് appallingly മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്? അപ്പൊ appallinglyയുടെ അർത്ഥം ഹൊറിഫൈങ്ലി അല്ലെങ്കിൽ ഷോക്കിംഗ്ലി എന്ന് ആണ്. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റർ എന്തുകൊണ്ടാണ് ജർമ്മനിയെ തന്റെ വ്യൂസ് എക്സംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാസി ജർമ്മനിയുടെ എക്സാമ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് എന്താ പറയാ, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനും കൊല്ലുന്നതിനും എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ്. സംതിങ് പീപ്പിൾ ഓഫൺ തിങ്ക് ഓഫ് ഇമ്മീഡിയറ്റ്ലി വെൻ ടോക്കിംഗ് അബൌട്ട് discrimination, the Germans, discrimination of the Jews and the Holocaust. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ജർമ്മനിയെ തന്റെ വ്യൂസിന് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ലോഫ്റ്റിയുടെ ആന്റോണിയം ആണ്. അപ്പൊ എന്താണ് ലോഫ്റ്റി എന്നുള്ള വാക്കിന്റെ മീനിങ്? ലോഫ്റ്റി എന്ന വാക്കിന്റെ മീനിങ് ഇറ്റ് മീൻസ് റൈറ്റിയസ്, ഇറ്റ് മീൻസ് നോബിൾ. അപ്പൊ അതിനെങ്ങനെയാണ് നമുക്കൊരു ആന്റോണിയം സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക? Since it's talking about something higher, something dominant, we can say antonyms like modest or low, something like that. Now let's move on to passage 3. Now this is going to be a longer passage. That crossing the road and the Ruskin Bond in
ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പൊ അത് നോക്കിയിട്ട് ലെറ്റ്സ് ട്രൈ ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പൊ ഇവിടെ സാമുവലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹി വാസ് എ സ്നേക്ക്. അപ്പൊ ചില ആൾക്കാര് ദേ കൺസിഡേർഡ് ഹിം എ ബാഡ് സ്നേക്ക്. അവൻ എൽഡേഴ്സിനോട് ലിസൺ ചെയ്യില്ല, പിന്നെ ഹി ലൈക്ക് ടു ഡു തിങ്സ് ഹിസ് ഓൺ വേ. അപ്പൊ അതുകൊണ്ട് അവനെ ബാഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ ഹി ലൈക്ക് ടു ഡു തിങ്സ് ഹിസ് ഓൺ വേ, ഹി ഹാഡ് ലൈക്ക് ടു ഗോ പ്ലേസസ് ഇൻ ഹിസ് ഓൺ വേ. പിന്നെ സാമുവലിന്റെ കാഴ്ചപ്പാടില് എന്താണ്, ബേർഡ്സിനും ബട്ടർഫ്ലൈസിനും ഒന്നും ബോർഡർ ഇല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് സ്നെയിൽസിന് ബോർഡർ വേണ്ടത്? അപ്പോ സാമുവലിന് പക്ഷെ വലിയ ഗ്ലോബൽ ആംബിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്യാബേജ് പാച്ച് മാത്രമായിരുന്നു സാമുവലിന്റെ ലോകം. അതായത് ദാറ്റ് വാസ് വേർ ഹിസ് പീപ്പിൾ ലിവ്. അപ്പൊ അത് അവന് അപ്പീൽ ചെയ്തിരുന്നില്ല. അത് മാത്രമായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അവന് ക്യാബേജ് ലീവ്സ് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ ഒരു ബിസി റോഡിന്റെ അക്രോസ്, ആ ബിസി റോഡാണ് അവന്റെ ഇന്റർനാഷണൽ ബൗണ്ടറി, അവിടെ നിറയെ ലെറ്റ്യൂസ് ഉണ്ട്. അപ്പൊ ഏതൊരു സ്നെയിലും ക്യാബേജിന് പകരം ലെറ്റ്യൂസ് ആയിരിക്കും പിക്ക് ചെയ്യുക. അപ്പൊ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ഇറ്റ് വാസ് എ വെരി ബിസി റോഡ്. അതൊരു വളരെ ബിസി ആയിട്ടുള്ള റോഡ് ആയിരുന്നു. സാമുവലിന് ഓബിയസ്ലി എന്താ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വന്ന് ക്രഷ് ചെയ്യാന്നുള്ളൊരു ഐഡിയ അപ്പീലിങ് ആയിരുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, സ്നെയിൽസിന് ഓടാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവർക്ക് എന്താ പറയാ, അവരുടെ ഓൺ ജ്യൂസസിന്റെ ഹെൽപ്പോട് കൂടെ ഗ്രാസിലൂടെ പതുക്കെ പതുക്കെ പോവാനേ പറ്റുള്ളായിരുന്നു. അല്ലെങ്കിൽ ഗ്രാസിലൂടെ, വീടിലൂടെ, പെബിൾസിലൂടെ ഒക്കെ പതുക്കെ പതുക്കെ പോവാനേ പറ്റിയിരുന്നുള്ളൂ. പിന്നെ അവർ പ്രെഡറ്റേഴ്സ് ഒന്നും ആയിരുന്നില്ല. പിന്നെ അവരെന്താ പറയാ, ദേ വർ ഓൾ അബൌട്ട് മൈൻഡിങ് ദെയർ ഓൺ ബിസിനസ്. അപ്പൊ ഇവിടെ സാമുവൽ എന്താണ്, ഹി മേഡ് ഇറ്റ്സ് ബിസിനസ് ടു ഇൻവേഡ് ദാറ്റ് ലെറ്റ്യൂസ് പാച്ച്. അപ്പോ നത്തിങ് വെഞ്ചേർഡ് നത്തിങ് ഗെയിൻഡ്. അപ്പൊ ഫ്രണ്ട്സിന്റെയും ഫാമിലിയേഴ്സിന്റെയും ഒക്കെ അഡ്വൈസ് ഇഗ്നോർ ചെയ്ത് സാമുവല് ആ റോഡ് കടക്കുന്നതിനെ പറ്റി ആലോചിച്ച് അതിന് സെറ്റ് ഔട്ട് ചെയ്തു. ഇപ്പൊ ഡാർക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ റോഡ് ഇപ്പൊ ഡാർക്ക് ആയെന്ന് വെച്ചിട്ട് കൂടുതൽ സേഫ് ആവുമായിരുന്നില്ല. ദെയർ വാസ് എ കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് കണ്ടെയ്നർ ട്രക്സ്. ഒരുപാട് കണ്ടെയ്നർ ട്രക്കുകൾ ആ റൂട്ടിലൂടെ കോൺസ്റ്റന്റ് ആയിട്ട് സഞ്ചരിച്ചിരുന്നു രാത്രിയിൽ. പിന്നെ ഹി സ്റ്റാർട്ടഡ് വേവിങ് ഹിസ് ടെന്റക്കിൾസ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രോൾ അക്രോസ് ദി റോഡ്. അപ്പോ ജേർണി തുടങ്ങിയുള്ളൂ. ഹി വാസ് ഇമ്മീഡിയറ്റ്ലി ഓൾമോസ്റ്റ് റൺ ഓവർ ബൈ എ ബോയ് ഓൺ എ ബൈസിക്കിൾ. തുടങ്ങിയപ്പോഴേക്കും എന്താ, ഹി വാസ് ഇമ്മീഡിയറ്റ്ലി ഓൾമോസ്റ്റ് റൺ ഓവർ. അപ്പോൾ സാമുവൽ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി തന്നെ ഷെല്ലിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പൊ ഷെല്ല് ഒരു ചെറിയ ബേർഡ് ആയിരുന്നെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു, ബട്ട് ഇറ്റ് വാസ് യൂസ്ലെസ് അഗേൻസ്റ്റ് എ സൈക്കിൾ ടയർ. അപ്പൊ സാമുവൽ റോഡിന് അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കി. ഇറ്റ് വാസ് സിംഗിൾ ബെഡ്. പിന്നെ വെഹിക്കിൾസിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വരാം. പക്ഷെ ഇറ്റ് വാസ് ലുക്ഡ് ക്ലിയർ അറ്റ് ദ മൊമെന്റ്. അപ്പൊ സാമുവൽ അഡ്വാൻസ് ചെയ്തു. ഒരു 12 ഇഞ്ചസ് 60 സെക്കൻഡ്സിൽ കവർ ചെയ്തു. ദെൻ വൂഷ്, ഒരു കാറ് പെട്ടെന്ന് അങ്ങ് കടന്നുപോയി. സാമുവല് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പിന്നെ അതുപോലെ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് എക്സോസ്റ്റ് ഫ്യൂംസ്, ഇറ്റ് ഓൾമോസ്റ്റ് ബ്ലൂ ഹിം അവേ. സാമുവല് ക്രിഞ്ച് ചെയ്തു, ബട്ട് ഹി സർവൈവ്. അപ്പൊ സാമുവൽ അപ്പൊ ആലോചിക്കാനായി തുടങ്ങി, എന്താ, തിരിച്ചു പോണോ, അതായിരിക്കുമോ നല്ലത് എന്ന് ആലോചിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ സ്നെയിൽസ് ഗ്രേറ്റ് തിങ്കേഴ്സ് അല്ല. അപ്പൊ സാമുവലിന്റെ മൈൻഡിൽ ഒരേ ഒരു തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ദ ലെറ്റ്യൂസ് പാച്ച്. അപ്പൊ സാമുവല് 2-3 ഫീറ്റ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദ കേം എ ഡീപ്പ് റംബ്ലിംഗ് സൗണ്ട്. തനിക്ക് താഴെയുള്ള ഗ്രൗണ്ട് ക്വിവർ ചെയ്യുന്നതായിട്ട് സാമുവലിന് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു ഹ്യൂജ് ട്രക്ക് വരികയാണ്. അപ്പൊ ചില സമയത്തൊക്കെ ചെറുതായിരിക്കുക എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ സാമുവല് റോഡിന്റെ മിഡിൽ എവിടെയോ ആയിരുന്നു. അതുകൊണ്ട് ഹി വാസ് നോവെയർ നിയർ ദ വീൽസ് വെൻ ദ ട്രക്ക് thundered over him. പക്ഷെ എന്നാലും സാമുവൽ ഡേസ്ഡും ഷെയ്ക്കണും ആയി.
സാമുവലിന് മുന്നോട്ട് പോകാൻ പറ്റാതെ ആയി. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേറൊരു ട്രക്ക് വരും. അപ്പോ ഒരു ട്രാക്ടർ ആയിരിക്കുമോ പിന്നെ വരിക, ഇവിടെ ട്രാക്ടർ കം ചകിങ് അല്ല. അപ്പൊ അപ്പോഴാണ് ഒരു ബ്രേക്ക് സ്ക്വീൽ ചെയ്യുന്ന ഒരു ശബ്ദം വന്നത്. there was a blare of horns, അവിടെ ഒരു ക്രാഷിന്റെ ശബ്ദം കേട്ടു. അപ്പൊ ആ ട്രക്ക് ഒരു ഓൺകമിങ് കാറിനെ ഹിറ്റ് ചെയ്തു. രണ്ടും റോഡിന് പുറത്തേക്ക് പോയി ഒരു ഡിച്ചില് വീണു. കുറച്ച് സമയത്തേക്ക് ട്രാഫിക് സ്റ്റോപ്പ് ചെയ്തു. സാമുവല് ഒരു സ്ലൈമി ജെറ്റ് എമിറ്റ് ചെയ്തിട്ട് വീണ്ടും ക്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ പിന്നീട് അവിടെ ദിവസം ബേസ്റ്റ് ഓഫ് ആക്ടിവിറ്റി. ഒരു മോട്ടോർ സൈക്കിള് ഇറ്റ് കെയിം ടയറിങ് ഡൗൺ ദ റോഡ്. സാമുവലിന്റെ അടുത്ത് കൂടെ വിസ് എന്ന് പറഞ്ഞ് കടന്നുപോയി. അത് ആക്സിഡന്റ് സൈറ്റിന്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒരു പോലീസ് മാൻ ആ മോട്ടോർ സൈക്കിളിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ഡിസ്റ്റൻസ് അപ്പുറത്തത് ഒരു സൈറൻ സൗണ്ട് ചെയ്ത് ഒരു ആംബുലൻസ് വരികയായിരുന്നു. അപ്പൊ അവിടെ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഒരു ജെന്റിലായിട്ടുള്ള മഴ. സാമുവൽ അപ്പൊ മഴയൊക്കെ കൊണ്ടപ്പോ സാമുവൽ ഫെൽറ്റ് വെരി റിഫ്രഷ്ഡ്. പിന്നെ മഴ കൂടുതൽ ഹാർഡറായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു പീപ്പിൾ ലീഫ് സാമുവലിന്റെ അടുത്തേക്ക് സെയിൽ ചെയ്ത് വന്നു. സാമുവലിന്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്തു. സാമുവൽ ആ ലീഫിലേക്ക് കയറിയിരുന്നു. പെട്ടെന്ന് ഒരു റെയിൻ വാട്ടറിന്റെ ഒരു സ്പേർട്ട് ആ ലീഫിനെ പിക്കപ്പ് ചെയ്ത് റോഡിലൂടെ സെയിൽ ചെയ്ത് കൊണ്ടുപോയി ഇൻ ടു ദ ഗ്രാസ് ബർത്ത്. എക്സെൽസിയർ. സാമുവൽ വാസ് ഹോം. ഡ്രൈ അല്ലെങ്കിലും സാമുവൽ എത്തേണ്ട അടുത്ത് എത്തി. ലെറ്റ്യൂസ് ഫീൽഡ് അവന് മുന്നിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടന്നു. മോട്ടോർ ഹോൺസും ആംബുലൻസ് സൈറൻസും ഒക്കെ ഒരു ഡിസ്റ്റൻസിലേക്ക് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോയി. ഹ്യൂമൻസിന് ദേ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദംസെൽവ്സ്, സോ ഗുഡ് സ്നേക്സ്. അപ്പോൾ ഇത്രയും ലെറ്റ്യൂസിലൂടെ ബഞ്ച് ചെയ്യാൻ വീക്സ് എടുക്കുമായിരുന്നു. ഇവനെ സ്മോൾ കോർണർ ഓഫ് ദ ലെറ്റ്യൂസ് പാച്ചിലൂടെ മഞ്ച് ചെയ്യാൻ അവന് വീക്സ് എടുക്കുമായിരുന്നു. പക്ഷെ ഹി വാസ് ഗോയിങ് ടു ട്രൈ. ചെയ്യാൻ ശ്രമിച്ച ആൾക്കാണ് സ്പോയിൽസ് കിട്ടുക. ഇപ്പൊ റെയിൻ സ്റ്റോപ്പ് ചെയ്തു ആൻഡ് സാമുവൽ ബിഗാൻ ഹിസ് ഫീസ്റ്റ്. ഇപ്പൊ ലെറ്റ്യൂസ് ഇറ്റ് വാസ് ഓൾ റൈറ്റ്. പക്ഷെ അത് ക്യാബേജ് ഫീൽഡിലും ബെറ്റർ ആയിരുന്നില്ല. അപ്പൊ സാമുവൽ ആലോചിച്ചു, ഹാഡ് ദ ജേർണി ബീൻ വർത്ത് വൈൽ, വിൽ ഹി ക്രോസ് ദ റോഡ് അഗൈൻ എന്ന് ആലോചിച്ചു. അപ്പൊ സർവൈവലിന് അഗെയിൻസ്റ്റ് ആണ് ഓഡ്സ്. അപ്പൊ സാമുവൽ തീരുമാനിച്ചു എന്ത്, ഹി ഹാസ് ടു സെറ്റിൽ in this new and unfamiliar world. The grass is always greener on the other side until you get there. അപ്പൊ ഇതിവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് പിക്ക് ഔട്ട് ദി എലമെന്റ് ഓഫ് സർക്കാസം. അപ്പൊ എന്താണ് സർക്കാസം? വാട്ട് ഈസ് സർക്കാസം? അപ്പൊ എന്താണ് സർക്കാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐറണി യൂസ് ചെയ്ത് കണ്ടംപ്റ്റ് കൺവേ ചെയ്യലാണ് സർക്കാസം. അപ്പൊ ഇതിൽ എവിടെയൊക്കെയാണ് സാർക്കാസം യൂസ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇവിടെ സാമുവലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഹി വാസ് എ സ്നെയിൽ ഓഫ് സം ഇൻഡിവിജ്വാലിറ്റി. പിന്നെ അതേപോലെ ബട്ടർഫ്ലൈസിനും ബേർഡ്സിനും ഒക്കെ ബോർഡേഴ്സ് ക്രോസ് ചെയ്യാൻ എന്തുകൊണ്ട് സ്നെയിൽസിന് പറ്റില്ല എന്ന് ഒക്കെ പറയുന്നത് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് സർക്കാസം. പിന്നെ ഹ്യൂമൻസിനെ പറ്റി സാമുവല് എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് അടുത്ത ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അതായത് സ്നേൽസ് ഹാവ് ബീൻ അറൗണ്ട് ലോങ്ങർ ദാൻ ഹ്യൂമൻസ്, ഇറ്റ് ബി ലൈക്ലി ടു ബി അറൗണ്ട് ഈവൻ ലോങ്ങർ. പിന്നെ എന്താ പറയുക, സാമുവലിന്റെ ട്രാവൽസിനിടയിൽ ഹി കോൺസ്റ്റന്റ്ലി ടോക്സ് അബൌട്ട് ദി എൻകൗണ്ടർ he has with humans. He constantly thinks about the encounter he has with humans. ഇപ്പോ അവിടെ ആക്സിഡന്റിന് ശേഷം നടന്ന ബഹളത്തിനെ പറ്റി സാമുവൽ പറയുന്നുണ്ട്. ലൈക്ക് എ മോട്ടോർ സൈക്കിൾ കംസ് tearing down the road and a policeman dismounted. പിന്നെ അതേപോലെ ഒരു കുട്ടിയുടെ ബൈസിക്കിളിന് ആയിട്ടുണ്ടാവുന്ന എൻകൗണ്ടറിനെ പറ്റി സാമുവല് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഹ്യൂമൻസ് കുഡ് ടേക്ക് കെയർ ഓഫ് ദംസെൽവ്സ്, സോ കുഡ് സ്നെയിൽസ് എന്ന് സാമുവല് പറയുന്നുണ്ട്. സോ വി ക്യാൻ യൂസ് ഓൾ ഓഫ് ദം ആസ് എക്സാമ്പിൾസ്. പിന്നെ
ഓണോമോട്ടോപ്പിയ എന്ന് പറയുന്നത് സൗണ്ട് ഓഫ് ദ വേർഡ്സ് സജസ്റ്റ് ദ സെൻസ്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഓണോമോട്ടോപ്പിയയുടെ എക്സാമ്പിൾസ് പറയുന്നത്? സോ there Samuel talks about a motorcycle whizzing past him, and he talks about the possibility of a tractor chugging along towards him. എന്താണ് ഇതിന്റെ സ്റ്റോറിയുടെ മോറല്? The grass may be greener on the other side until you get there. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് തോന്നും, but once we reach there, maybe it's not as good as we think. പിന്നെ സാമുവലിന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴുണ്ടായ ഡിഫിക്കൽട്ടീസിനെ പറ്റി പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് സാമുവൽ എക്സ്പീരിയൻസസ് വൈൽ ക്രോസിംഗ് ദ റോഡ്? അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഹി എൻകൗണ്ടേഴ്സ് വേരിയസ് വെഹിക്കിൾസ്, ഹി എൻകൗണ്ടേഴ്സ് ബൈസിക്കിൾ, ഹി ക്രഷ്ഡ് ബൈ ഇറ്റ്, ആൻഡ് he witnesses an accident, and he is nearly crushed by a truck, and he sees the activity on the road increase after the accident. So those are all examples that you can cite when talking about Samuel's difficulties in crossing the road. Now let's move on to passage 4. Now it's a passage from lifescience.com. So what is it talking about? ഇവിടെ പറയുന്നത് it is a long and winding road to find out who invented the car. ആരാണ് കാർ ഇൻവെന്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. അപ്പോൾ നമ്മൾ GPS പിന്നിലേക്ക് കാറിന്റെ ഡെവലപ്മെന്റ്സിനെ റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ് ദി ആന്റി ലോക്ക് ബ്രേക്സ്, ദി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ്, ആൻഡ് ഈവൻ പാസ് ദി മോഡൽ ടി, ഇവൻച്വലി നമ്മൾ ബെൻസ് മോട്ടോർ കാർ നമ്പർ 1 എത്തും. ദ മിസ്സിംഗ് ലിങ്ക് ബിറ്റ്വീൻ കാർസ് ആൻഡ് ഹോഴ്സ് ഡ്രോൺ ബഗ്ഗീസ്. കാൾസ് ബെൻസ് ആണ് 3-wheel മോട്ടോർ വാഗൺ എന്നറിയപ്പെടുന്ന 3-wheel മോട്ടോർ കാർ പാറ്റന്റ് ചെയ്തത് in 1886. അതായിരുന്നു ഫസ്റ്റ് ട്രൂ മോഡേൺ ഓട്ടോമൊബൈൽ. മീനിങ് Benz is most often identified as the man who invented the car. Benz അതേപോലെ സ്വന്തം ടോട്ടൽ സിസ്റ്റവും സ്പാർക്ക് പ്ലഗ്സും ഗിയർ ഷിഫ്റ്റേഴ്സും വാട്ടർ റേഡിയേറ്റേഴ്സും കാർബറേറ്ററും ഒക്കെ പാറ്റന്റ് ചെയ്തു. കൂടാതെ ഓട്ടോമൊബൈൽസിനുള്ള അതർ ഫണ്ടമെന്റൽസും. ബെൻസ് ഇവൻച്വലി ഒരു കാർ കമ്പനി ബിൽഡ് ചെയ്തു, ഡാൽമർ ഗ്രൂപ്പ് എന്ന് ഇന്നും അറിയപ്പെടുന്ന കാർ കമ്പനി. പിന്നെ അതേപോലെ ബെൻസ് ആദ്യത്തെ ഗ്യാസിൽ പവർഡ് കാർ പാറ്റന്റ് ചെയ്തു. പക്ഷെ ബെൻസ് ആയിരുന്നില്ല സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾസിന്റെ ഒറിജിനൽ വിഷണറി. കാർസിന്റെ ഹിസ്റ്ററിയുടെ ചില ഹൈലൈറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിയനാർഡോ ഡാ വിഞ്ചി ഒരു ഹോഴ്സ്ലെസ് മെക്കാനിസൈസ്ഡ് കാർട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട് 1500s. അദ്ദേഹത്തിന് ഒരുപാട് ഡിസൈനുകൾ പോലെ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ അത് ബിൽഡ് ചെയ്തില്ല. പക്ഷെ ഒരു റെപ്ലിക്ക ചട്ടോ ക്ലോസ്റ്റേഴ്സിൽ ഉണ്ട്. ലിയനാർഡോന്റെ ലാസ്റ്റ് ഹോം ആയിരുന്നു ചട്ടോ ക്ലോസ്റ്റേഴ്സ്. ഇപ്പൊ അതൊരു മ്യൂസിയം ആണ്. പിന്നെ അതേപോലെ സെയിലിംഗ് ചാരിയറ്റ്സ്, വിൻഡ് പ്രൊപ്പൽ ചെയ്യുന്ന സെയിലിംഗ് ചാരിയറ്റ്സ് ചൈനയിൽ യൂസ് ചെയ്തിരുന്നു ഫസ്റ്റ് വെസ്റ്റേണേഴ്സ് വിസിറ്റ് ചെയ്തപ്പോൾ. പിന്നെ 1600 സൈമൺ സ്റ്റീഫൻ ഓഫ് ഹോളണ്ട് ഒരെണ്ണം ബിൽഡ് ചെയ്തിരുന്നു. 28 ആളുകളെ 39 മൈൽസിൽ ക്യാരി ചെയ്തു 2 മണിക്കൂറിൽ. പിന്നെ ജനറൽ മോട്ടോഴ്സിന്റെ അനുസരിച്ച് നിക്കോളാസ് ജോസഫ് കൊഗ്നാട്ട്, ഒരു ഫ്രഞ്ച്മാൻ, ഒരു സെൽഫ് പ്രൊപ്പൽ വെഹിക്കിൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റീം എഞ്ചിനുള്ള ഒരു സെൽഫ് പ്രൊപ്പൽ വെഹിക്കിൾ 1769. ഈ കാർട്ട് ആർട്ടിലറി പീസസ് മൂവ് ചെയ്യാനാണ് ഉണ്ടാക്കിയിരുന്നത്. അതൊരു വാക്കിംഗ് പേസിലാണ് മൂവ് ചെയ്തിരുന്നത്. പിന്നെ 20 മിനിറ്റ് കൂടുന്തോറും അത് സ്റ്റോപ്പ് ചെയ്യാനായിരുന്നു ടു ബിൽഡ് എ ന്യൂ ഹെഡ് ഓഫ് സ്റ്റീം. അപ്പോൾ കാറിന് ഡിഫറെൻറ്റ് ടൈംസിൽ ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. 19th സെഞ്ച്വറിയുടെ എൻഡിൽ കാർ സ്ട്രീറ്റ് കാർ ആയിരുന്നു, ട്രാം. സ്ട്രീറ്റ് കാർസ്, അതിന് മുന്നുള്ള സ്ട്രീറ്റ് കാർസ് ഹോഴ്സ് കാർസ് ആയിരുന്നു, ഓംനി ബസ്സസ്, ഹോഴ്സസ് റെയിൽസിൽ പുൾ ചെയ്യുന്ന ഓംനി ബസ്സസ്. കാർ എന്ന വേർഡ് അവൈലബിൾ ആയത് പ്രീവിയസ്ലി ഹോഴ്സ്ലെസ് കാരേജ് അല്ലെങ്കിൽ മോട്ടോ കാർ
പോസിബിളി മോട്ടോർ കാറിൽ നിന്ന് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാർസ് ആരാണ് ഇൻവെന്റ് ചെയ്തതെന്ന് ട്രേസ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഇഫ് യു സ്റ്റാർട്ട് ടു ട്രാക്ക് the development of cars, if you rewind and track the development of cars, you get to Benz motor car number 1. But Benz, although he patented a lot of things, he was not the first person who thought of self-propelled vehicles. അത് ലിയനാർഡോ ഡാ വിഞ്ചി വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നു. And different people have been said to have designed and practically used self-propelled vehicles. അപ്പൊ എന്താണ് പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് കാർസും ഹോഴ്സ് ഡ്രോൺ ബഗ്ഗീസും തമ്മിലുള്ള ലിങ്ക്? അപ്പൊ അതാണ് കാൾ ബെൻസ് പാറ്റന്റ് ചെയ്ത 3-wheeled മോട്ടോ വാഗൺ. ബെൻസ് മോട്ടോ കാർ നമ്പർ 1, അതാണ് മിസ്സിംഗ് ലിങ്ക് ബിറ്റ്വീൻ കാർസ് ആൻഡ് ഹോഴ്സ് ഡ്രോൺ ബഗ്ഗീസ്. പിന്നെ കാൾ ബെൻസിന്റെ റോൾ എന്താണ്? സോ he patented the 3-wheel motor car. He also patented his own throttle system, spark plugs, gears, shifters, etc. പിന്നെ അതേപോലെ തന്നെ ബെൻസ് ഇവൻച്വലി ഒരു കാർ കമ്പനി ബിൽഡ് ചെയ്തു. ഇറ്റ് എക്സിസ്റ്റ് ഈവൻ ടുഡേ ആസ് ഡാൽമ ഗ്രൂപ്പ്. പിന്നെ കാറിന്റെ